Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Hi friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് പില്ലോ തലയണ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഞാൻ ആദ്യം ജസ്റ്റ് ഒരു ബോക്സ് ഷേപ്പ് എടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒരു ബോക്സ് വരച്ചു കൊടുത്തു. നമ്മൾ ബോക്സ് വരച്ചതിന് ശേഷം അതിലെ ഹൈറ്റും കൂടി വരച്ചു കൊടുത്തു. അതിന് പ്രോപ്പർ ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആഡ് ചെയ്യണം. ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്തിട്ട് പില്ലോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അങ്ങനെ എന്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും കർട്ടൻ ക്രിയേറ്റ് ചെയ്യുക എന്ത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതിന് മാക്സിമം സെഗ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം. ലെങ്ത് സെഗ്മെന്റ് വിഡ്ത് സെഗ്മെന്റ് ഒരു 100 റേഞ്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ നല്ലതായിരിക്കും. സെഗ്മെന്റ്സ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും ഇടയ്ക്ക് ഈ ക്ലോത്ത് മോഡിഫയർ കൂടുതൽ യൂസ് ചെയ്താൽ. ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള സെഗ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം മോഡിഫയർ ലിസ്റ്റിൽ ക്ലോത്ത് CL ജസ്റ്റ് മോഡിഫയർ ലിസ്റ്റിലെ CL ക്ലോത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ ആകെ ഒരു ബോക്സ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും വരച്ചിട്ടില്ല. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് വരുന്നത് കാണാം. അതിലെ ബോക്സ് 001 അതാണ് നമ്മൾ വരച്ച ബോക്സ്. ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ട് ആയി. അതിനുശേഷം അതിലേക്ക് ക്ലോത്ത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ക്ലോത്ത് ആണോ വേണ്ടത് ഡീഫോൾട്ട് ആയിട്ട് പ്രീസെറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്ക് അതിലെ ഏതെങ്കിലും ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കോട്ടൺ എടുക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള U വാല്യൂ V വാല്യൂ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഏതാണ് എടുക്കുന്നതനുസരിച്ച് അതിനനുസരിച്ച് മാറി. അപ്പൊ നമുക്ക് ഞാനിവിടെ ജസ്റ്റ് കോട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രഷർ എമൗണ്ട് ജസ്റ്റ് നമുക്ക് ഒരു 13 കൊടുക്കുക. പ്രഷർ എത്രയാണെന്ന് അതിനനുസരിച്ച് സിമുലേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുന്നത് കാണാം. അതിനുശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഗ്രാവിറ്റി ഓൺ ആണെന്ന് നോക്കുക. ഗ്രാവിറ്റി ഓൺ ആണ്. -9080 ആണ് വാല്യൂ. ആ ഡീഫോൾട്ട് ആയിട്ടുള്ള ആ വാല്യൂ നമ്മൾ മാറ്റൊന്നും വരുത്തുന്നില്ല. പിന്നെ നമ്മൾ സെൽഫ് പൊല്യൂഷൻ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അതിന്റെ വാല്യൂ ജസ്റ്റ് 1 ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് സിമുലേറ്റ് ലോക്കൽ ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് Alt W പ്രസ് ചെയ്യാണ് ഒരു V ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനുള്ള ഷേപ്പ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് സിമുലേറ്റ് ലോക്കൽ ഓഫ് ആക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ പില്ലോ. ജസ്റ്റ് Alt F3 കൊടുക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ പില്ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ബൾക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി ബൾക്ക് ആക്കണമെങ്കിൽ സിമുലേറ്റ് കുറച്ചുകൂടി നേരം ചെയ്ത് കൊടുക്കുക. സെഗ്മെന്റ്സ് കുറച്ചുകൂടി എക്സ്ട്രാ ആഡ് ചെയ്യുക. അപ്പൊ ഇത്ര സെഗ്മെന്റ്സ് ആഡ് ചെയ്തിട്ട് തന്നെ ഇതിൽ നന്നായി ഹാങ് ആവുണ്ട്. അപ്പൊ നമ്മുടെ ലാപ്പിന്റെ ഇതിനനുസരിച്ച് സെഗ്മെന്റ്സ് കുറച്ച് അധികം ആഡ് ചെയ്തിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. അപ്പൊ അതിനനുസരിച്ച് പിന്നെ പ്രഷർ വാല്യൂ 25 കൊടുത്തിട്ടും 35 കൊടുത്തിട്ടും മാറ്റം വരുത്തി അതിനനുസരിച്ച് ഷേപ്പിൽ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് പില്ലോ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്കൊരു കർട്ടൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനു മുന്നേ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയധികം ലോഡ് താങ്ങാൻ പറ്റില്ല. ഇനി നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു കർട്ടൻ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതിനായി നമ്മളൊരു ജസ്റ്റ് പ്ലെയിൻ എടുക്കുക, ഫ്രണ്ട് വ്യൂ ഓൺ ആക്കുക. ഫ്രണ്ട് വ്യൂ ഓൺ ആക്കിയ ശേഷം പ്ലെയിൻ വരച്ചു കൊടുക്കുക. ഇതാണ് നമുക്ക് കർട്ടനായിട്ട് കിട്ടുന്നത്. അതിലേക്ക് ആവശ്യത്തിന് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. ഒരു 100 റേഞ്ചിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. കാരണം ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്തിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആവശ്യത്തിന് സെഗ്മെന്റ്സ് ആഡ് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അതായത് ആ ചുക്കും ചുളിവും ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് ആഡ് ചെയ്യണം.
അതുപോലെ തന്നെ ക്ലോത്ത് മോഡിഫയർ കൂടുതൽ വല്ലാണ്ട് യൂസ് ചെയ്താൽ ഹാങ് ആവാനൊക്കെ സാധ്യത ഉണ്ട്. അതുപോലെ പ്രോപ്പറായിട്ട് ഇടയ്ക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇത് നമ്മൾ ഈ കർട്ടൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ വേണ്ട. അപ്പൊ നമുക്കൊരു ഇവിടെ ഒരു ഹോൾഡറും അതേപോലെ തന്നെ സബ് ഹോൾഡറും കൂടിയിട്ടുള്ളത് കർട്ടൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ബോക്സ് ഷേപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു ബോക്സ് വരച്ചു കൊടുത്തു. ഞാൻ ബോക്സ് ടോപ്പ് വ്യൂ ഓൺ ആക്കുക. ടോപ്പ് വ്യൂ ഓൺ ആക്കിയതിനു ശേഷം എത്രയാണോ വിടുത്ത് വേണ്ടത് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്തു. ഞാൻ അതിന്റെ മോഡിഫയർ ലിസ്റ്റിൽ വിടുത്ത് കുറച്ച് ഇൻക്രീസ് കൊടുക്കുക. അതിനുശേഷം മൂവ് കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് നീക്കി വെക്കുക. കണ്ട ഇതാണ് നമ്മുടെ പ്ലെയിന്. അത് സെന്ററിൽ വരുന്ന തരത്തിൽ ജസ്റ്റ് നീക്കി വെക്കുക. നമ്മൾ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കുക. അതിന്റെ ഒരു കോപ്പി എടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. കുറച്ച് താഴേക്ക് കൊണ്ടുവരിക. ഈ ഒരു റേഞ്ച് മതി. ഞാൻ അതൊന്ന് ഓക്കെ കൊടുക്കുക. ഞാൻ അതിന്റെ വിടുത്തൊന്ന് ജസ്റ്റ് വിടുത്തല്ല ഡിക്രീസ് ചെയ്യുന്നുണ്ട്. വിടുത്തൊന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഇതും കുറച്ച് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഇത് നമ്മൾ ഈ ഒരു പ്ലെയിൻ ആണ് നമുക്ക് ക്ലോത്ത് ആയിട്ട് കിട്ടുന്നത്. ആ പ്ലെയിനിലേക്ക് നമ്മൾ മോഡിഫയർ ലിസ്റ്റിൽ ഈ പ്ലെയിൻ സെലക്ട് ചെയ്തു. മോഡിഫയർ ലിസ്റ്റിൽ CL ക്ലോത്ത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലോത്ത് ഫസ്റ്റ് ഓപ്ഷൻ CL അടിച്ചു കൊടുത്തോളൂ. അതിനുശേഷം ക്ലോത്തിൽ നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. ഗ്രൂപ്പ് ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തതിനു ശേഷം നമ്മുടെ പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്കാണ് കർട്ടൻ ആഡ് ചെയ്യേണ്ടത്. പ്ലെയിൻ സെലക്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് ക്ലോത്ത് ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. നമ്മൾ പ്രീസെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂവിൽ ഏതാണോ വേണ്ടത്, ഏത് കോട്ടൺ ആണ് വേണ്ടെങ്കിൽ കോട്ടൺ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പൊ അവിടെ ചെയ്യേണ്ടത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ സബ് ഓപ്ഷൻ ഗ്രൂപ്പ് അത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അത് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ അകത്ത് എല്ലാ വെർട്ടെക്സ് ചെറിയ കുഞ്ഞു പോയിന്റുകൾ ബ്ലൂ കളറിൽ സെലക്ട് ചെയ്തത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഹോൾഡറിന്റെ ഈ ഏരിയയുള്ള ഈ എൻഡിയർ ഈ ബ്ലൂ കളറിലുള്ള ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സെലക്ട് ചെയ്തതിനു ശേഷം മേക്ക് ഗ്രൂപ്പ് ഓപ്ഷൻ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അതിനെ മേക്ക് ഗ്രൂപ്പ് ആക്കി കൊടുക്കുക. അപ്പൊ ഗ്രൂപ്പ് 1 പോർഷൻ നമ്മൾ അൺഅസൈൻഡ് ആണ് കൊടുത്തത്. ആ ഏരിയ ഒരു അൺഅസൈൻഡ് ആയിട്ട് കൊടുത്തത്. ആ ഏരിയ ഏതെങ്കിലും ഒരു ഷേപ്പ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ 2 ബോക്സ് വരച്ചു കൊടുത്തുള്ളത് കർട്ടൻ. അപ്പൊ ആ കർട്ടന്റെ ആ ബോക്സിന്റെ തൊട്ടടുത്തുള്ള ആ കർട്ടന്റെ പോർഷൻ അസൈൻ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ നോഡ് ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നോഡ് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. നോഡ് ഓൺ ആക്കി കൊടുത്തിട്ട് അൺഅസൈൻഡ് ആണ് കാണിക്കുന്നത്. ഞാൻ എപ്പോ ഈ ബോക്സ് സെലക്ട് ചെയ്യണോ അപ്പൊ ഇവിടെ മാറ്റം വരുന്നത് കാണാൻ പറ്റും. അസൈൻ ടു ബോക്സ് 001 കാണും. ആ ബോക്സിന്റെ നെയിം ജസ്റ്റ് ഞാൻ ബോക്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. നോഡ് ടു ബോക്സ് 001. ഇനി അതേപോലെ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലുള്ളത് അതിന് മുന്നേ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തത് ഡീസെലക്ട് ചെയ്യുക. ജസ്റ്റ് ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ അകത്തുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതും മേക്ക് ഗ്രൂപ്പ് കൊടുക്കുക, നെയിം കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നോഡ് സെലക്ട് ചെയ്യുക. ഇപ്പൊ അൺഅസൈൻഡ് എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഈ ബോക്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നോഡ് ടു ബോക്സ് 002 എന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് സബ് ഓപ്ഷൻ നിന്ന് വർത്തിക്കുക. ആ ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മെയിൻ ഓപ്ഷനായ ക്ലോത്തിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് സിമുലേറ്റ് ലോക്കൽ അതാണ് ഓൺ ആക്കി കൊടുക്കുക. അത് ഓൺ ആക്കി കൊടുത്താൽ സിമുലേറ്റ് ചെയ്തെന്ന് കാണാൻ പറ്റും. നമ്മുടെ ഈ ചെറിയ വെർട്ടെക്സിലൊക്കെ മാറ്റം വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ ചെറുതായിട്ട് മാറ്റം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഏത് പ്ലെയിൻ അല്ല സ്കെയിൽ ചെയ്യേണ്ടത്, നമ്മുടെ ബോക്സ് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് സ്കെയിൽ ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇന്നറിലേക്ക് കുറച്ച് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഇനി അതിനനുസരിച്ച് തന്നെ സിമുലേറ്റ് ചെയ്ത് വരും. ഇനി ആവശ്യത്തിന് സിമുലേറ്റ് ആയി തോന്നി കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബോക്സ് ജസ്റ്റ് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ വിചാരിച്ചൊരു ഷേപ്പ് ആയെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിമുലേറ്റ് ലോക്കൽ ഓഫ് ആക്കി കൊടുക്കുക. നമ്മൾക്കുള്ള ഷേപ്പ് എങ്ങനെ വന്നു നോക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ഓൺ ആക്കി കൊടുത്താൽ ഷേപ്പ് ഓൺ ആക്കി. ഇതാണ് നമ്മൾ വരച്ച കർട്ടന്റെ ഷേപ്പ്.
അത് നമ്മൾ കുറച്ചു നേരം കൂടി സിമുലേറ്റ് ചെയ്താൽ കുറച്ചുകൂടി എക്സാക്ട് ഷേപ്പ് കിട്ടും. ഇനിയാണ് നമുക്ക് ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്തിട്ട് കർട്ടൻ വരയ്ക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.